സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കൾച്ചർ ഫെസ്റ്റിൻ്റെ കൺവീനറും അതോടൊപ്പം തന്നെ നാദോപാസനയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ കോട്ടയം ഉണ്ണികൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ കോട്ടയം ഫെസ്റ്റിലെ എല്ലാ സംഘടനകളുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ സാറാണ്. ഏറ്റവും ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ഉപസംഹാര പ്രസംഗത്തിന് നമ്മുടെ തന്നെ ദർശനയുടെ ML പുള്ളിക്കാട്ടിൽ ഫാദറാണ്. ഫാദറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നന്ദി പ്രകടനത്തിനുള്ളത് നമ്മൾ എപ്പോഴും നമ്മളോടൊപ്പം ഉള്ള ശ്രീ ആനന്ദകുട്ടനാണ്. PK ആനന്ദകുട്ടനെയും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് PhDക്ക് നമ്മൾ ഒരു കുട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും കൂടെ ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. നമ്മൾ അപർണ ബൈജു ആണ് ആ കുട്ടിക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. കേരള കലാമണ്ഡലത്തിൻ്റെ ഒരു അവാർഡ് നമ്മളുടെ ഈ 6 സംഘടനകളിൽ തന്നെ കളിയരങ്ങിൻ്റെ സെക്രട്ടറിയായ സുരേഷ് ബാബുവിന് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ലഭിച്ചു. അത് വളരെ നമുക്ക് സന്തോഷപ്രദമാണ്. MD സുരേഷ് ബാബുവിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ പ്രോഗ്രാമിൻ്റെയും പ്രധാനം എന്ന് പറയുന്നത് ഈ സദസ്സാണ്. ആ സദസ്സിലേക്ക് വന്ന എല്ലാവർക്കും ഇനി വരാനുള്ളവർക്കും ഞാൻ പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. നമ്മളുടെ സുജാതൻ ചേട്ടൻ്റെ ഒരു പ്രത്യേകതയുണ്ടോ? സുജാതൻ ചേട്ടൻ ഒരു സ്റ്റേജിൽ കുത്തുകയോ വന്നാൽ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇരിക്കത്തേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നതാണ് സുജാതൻ ചേട്ടൻ്റെ പ്രത്യേകത. എളിമത്വത്തിൻ്റെ മൂർത്തീകരണമായി നിൽക്കുന്ന കോട്ടയം നിവാസികളുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം പിടിച്ച നമ്മുടെ സുജാതൻ ചേട്ടനെ അദ്ദേഹം ഇതിൻ്റെ പിറകിലാണ്. ML പുള്ളിക്കാട്ടച്ഛൻ ഇതിൻ്റെ കോർഡിനേറ്ററാണ്. സത്യം പറഞ്ഞാൽ ML പുള്ളിക്കാട്ടച്ഛൻ ഇവിടെ ചാറെടുക്കുന്നതിന് മുമ്പ് ദർശനയുടെ ഒരു പൊതുവായ രൂപത്തിൽ ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ഒരു പ്രപ്പോസൽ പറഞ്ഞതാണ്. കാരണം ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ നമ്മളുടെ ദർശനം എത്രയോ വളർന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അപങ്കരം മുന്നോട്ട് പോകുന്നതിന് കഴിയും. നല്ല പ്രശസ്തമായ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ML പുള്ളിക്കാട്ടച്ഛനെയും ഞാൻ വളരെ സ്നേഹത്തോടെ ഉൾക്കൊള്ളുന്നു. ഉപസംഹാര പ്രഭാഷണമാണ് അദ്ദേഹത്തുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഉപസംഹാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ പറയട്ടെ, അത് ഞാൻ ഓർക്കുകയാണ്. ക്ലാസിക്കൽ കലകളും നാടോടി കലകളും എല്ലാം തമ്മിൽ ഒരുപാട് വ്യത്യാസം. ക്ലാസിക്കൽ കലകൾ മനുഷ്യ മനസ്സുകളിൽ സൃഷ്ടിക്കുന്ന വലിയ രൂപത്തിലുള്ള ഭാവപ്രപഞ്ചങ്ങളും അത് ആസ്വദിക്കാൻ കഴിയുന്ന മനസ്സുകളും ഉയർന്നു വന്നാൽ അതിനോളം ഏറ്റവും വലിയ രൂപത്തിലുള്ള ആസ്വാദകം കിട്ടാവുന്ന മറ്റൊരു മേഖലയില്ല. താൽക്കാലികമാണ് മറ്റ് നാടോടിക്കലകളുടെയും അല്ലെങ്കിൽ സിനിമാറ്റിക് ഡാൻസിൻ്റെയും അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം. അപ്പോൾ യഥാർത്ഥത്തിൽ ക്ലാസിക്കൽ കലകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ആ കളിയരങ്ങ് പോലുള്ള ക്ലബുകളുടെ സെക്രട്ടറിയായി അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ടും എല്ലാം മുന്നോട്ട് വന്നിട്ടുള്ള ശ്രീ സുരേഷ് ബാബു കലാമണ്ഡലത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവാർഡാണ് MKK നായരുടെ പേരുള്ള അവാർഡ്. ആ അവാർഡ് നമുക്ക് എന്തുകൊണ്ടാണ് MKK നായരുടെ പേര് ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രഗത്ഭനായിരുന്ന പ്രശസ്തനായിരുന്ന പ്രതിഭാശാലിയായിരുന്ന MKK നായരുടെ പേരിലുള്ള ആ പുരസ്കാരം നേടിയ ശ്രീ MD സുരേഷ് ബാബുവിനെ ഈ സന്ദർഭത്തിൽ ഹൃദയം നിറഞ്ഞ് അനുമോദിക്കുകയാണ്. അന്ന് കൊച്ചു വിദ്യാർത്ഥിനിയായിരിക്കുന്ന ഘട്ടം മുതൽ നേരിട്ടറിയാവുന്നതും കൊച്ചു പൂത്തുമ്പിയെ പോലെ പറന്ന് നടന്ന് കളിച്ചിരുന്ന ആ കുട്ടി ഇപ്പോൾ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയെന്നറിഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ ഫോണിൽ കിട്ടി. അന്നേരെ വിളിച്ച് ഞാൻ അഭിനന്ദിച്ചിരുന്നു. ഇന്ന് നമുക്ക് നാടാകെ ചേർന്ന് ആ കുട്ടിയെ ഹൃദയം നിറഞ്ഞ് അനുമോദിക്കുന്ന ഈ ചടങ്ങിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിലും ആ കുട്ടിയെ
എല്ലാ അർത്ഥത്തിലും അക്ഷരനഗരിയിലെ ജനാവലിക്കും കൂടെ വേണ്ടി കൃത്യമായി അനുമോദിക്കുകയാണ്. കേരള കലാമണ്ഡലം പോലെയൊരു സ്ഥാപനം, പ്രത്യേകിച്ച് ഞങ്ങൾ കഥകളിക്കാർക്ക് അതിനപ്പുറം വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സ്ഥാപനം കോട്ടയത്തെ ഒരു കഥകളി ക്ലബിന്, അതും 2 വർഷം മുമ്പ് കോട്ടയം കളിയരങ്ങിൻ്റെ സെക്രട്ടറി ആയിരുന്ന സ്ഥാപക സെക്രട്ടറി പള്ളം ചന്ദ്രചേട്ടന് ഈ പുരസ്കാരം നൽകി കേരള കലാമണ്ഡലം ആദരിച്ചതാണ്. അടുത്ത 2 വർഷത്തിനകം തന്നെ വീണ്ടും കോട്ടയം കളിയരങ്ങിനെ ഇങ്ങനെ ഒരു പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് കോട്ടയത്തെ കലാപ്രേമികൾക്കെല്ലാം ഉള്ള ഒരു ആദരവായി, അംഗീകാരമായി നമ്മൾ കണക്കാക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കോട്ടയം കളിയരങ്ങ് പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രചാരണത്തിനും സാധാരണ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വളരെയേറെ ശ്രമിക്കാറുണ്ട്. കഥകളി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കലകൾ ജനകീയമാക്കണം എന്നൊരു വാദമുണ്ട്. അത് ജനകീയമാക്കേണ്ടത് എന്നതിലേ ഉള്ളൂ സംശയം. അത് കളിയരങ്ങിൻ്റെതായ രീതിയിൽ അത് ജനകീയമാക്കി കൊണ്ടുവരികയാണ്. ഈ മാർഗമാണ് നല്ലത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം അതിൻ്റെ തെളിവാണ് ഇന്ന് ഇവിടെ കഥകളി പോലുള്ള ക്ലാസിക്കൽ കലകൾ കാണുവാൻ ആളുകൾ തടിച്ചുകൂടുന്നത്. കഴിഞ്ഞ 6 ദിവസങ്ങൾ 6 സംഘടനകൾ ഒരുമിച്ച് നടത്തുക എന്ന് പറയുന്നത് അത് വലിയൊരു ടാസ്ക്കാണ്. ഞങ്ങളെല്ലാവരും അത് പക്ഷെ നടപ്പിലാക്കി 2 വർഷം തുടർന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ കൂട്ടായ്മയുടെ വിജയം. സത്യത്തിൽ ഇത് കൂട്ടായ്മയുടെ വിജയം മാത്രമാണ്, മറ്റൊന്നുമല്ല. ഞങ്ങൾക്ക് സാമ്പത്തികമായ വലിയ കയ്യില് സാമ്പത്തിക നേട്ടങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷെ ഇത് കൂട്ടായ്മകളോടെ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഇത് വിജയമായി തീർന്നത്. ഇത് 6 സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഈ കൾച്ചറൽ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിജയം. അപ്പം ഈ അവസാന ദിവസം നമുക്ക് സമയത്ത് തന്നെ പരിപാടി തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓർഗനൈസിങ് ദിസ്. ഞാൻ ഇന്നും വൈകിട്ട് അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് 6 to അച്ഛൻ ഇവിടെ ആയിരിക്കും, സോ ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്നാണ് അച്ഛൻ പറയാറുള്ള വാക്കുകൾ. എങ്കിലും ആ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് വന്ന് എന്താണ് വിശേഷം എന്ന് ചോദിക്കുകയും എന്നോട് ഓൾ ദോസ് ഡീറ്റെയിൽസ്, ഇവിടെയുള്ള ഓരോ പ്രോഗ്രാം ഡീറ്റെയിൽസും നാടകമാണെങ്കിൽ കഥകളിയാണെങ്കിലും ഒക്കെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് അച്ഛൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. സോ എനിക്ക് ഇന്ന് ഇത് ആദരവ് തന്നതിന് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. അധ്യക്ഷനും ഉദ്ഘാടനവുമൊക്കെ നമ്മളെ വേദി വിട്ടുപോയി. കാരണം വലിയ തിരക്കോട് കൂടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വന്ന് അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ, ഇതിൻ്റെ കാവലാളായി നമ്മളോടൊപ്പം നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഈ ദർശനയുടെ ഡയറക്ടർ ഫാദർ എമിൽ പുള്ളിക്കാട്ടിനെ ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കോട്ടയം കൾച്ചർ ഫെസ്റ്റിന്റെ പങ്കാളിയാകാൻ DTPC എന്ന് പറയുന്ന ടൂറിസം പ്രൊമോഷൻ കൗൺസില് പങ്കാളിയാകുക എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല. അതിനെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശക്തമായ ഇടപെടൽ നടത്തി അതിന്റെ DTPCയുടെ ചെയർമാനായിട്ടുള്ള ബഹുമാനപ്പെട്ട കളക്ടറെ അച്ഛനും ഇതിന്റെ സംഘാടകരും പോയി കണ്ട് അങ്ങനെ അനുമതി കിട്ടി. ആ പ്രോത്സാഹനം കൂടിയാണ് നമുക്ക് ഇതിന്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നത്. ഏറ്റവും സഹകരിച്ച, നമ്മുടെ മുന്നിൽ നിന്ന് സഹകരിച്ച DTPCയെ, അതിന്റെ ചെയർമാനായിട്ടുള്ള കളക്ടർ ശ്രീ ചേതൻ കുമാർ മീണ IASനെയും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ DTPCയുടെ ബഹുമാന്യായ സെക്രട്ടറി ആതിര സണ്ണി ഇന്ന് ഈ ചടങ്ങിൽ എത്തേണ്ടതാണ്. അവർ ചില കാരണങ്ങൾ കൊണ്ട് എത്താൻ കഴിഞ്ഞില്ല. ആതിര സണ്ണിക്ക് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ഈ ആദരം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട MD സുരേഷ് ബാബു അവർക്കാണ്. നമ്മൾ ഒരു മുറ്റം പോലെ
ഇവിടെ ഒരു മുറ്റത്ത് എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ ആ മുറ്റത്തിന്റെ ഒരറ്റത്ത് നമ്മുടെ കളിയരങ്ങം ഉണ്ടാകും. ആ കളിയരങ്ങ് നമ്മളോടൊപ്പം സഹകരിക്കുകയും സ്നേഹത്തോടെ പങ്കെടുക്കുകയും ചെയ്യുന്ന ആ പ്രസ്ഥാനത്തിനും അതിന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള പ്രിയപ്പെട്ട അതിന്റെ സെക്രട്ടറി, കളിയരങ്ങിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഈ അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട MP സുരേഷ് ബാബുവിനെ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ PhD ഡോക്ടർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമുക്ക് നന്ദി രേഖപ്പെടുത്താനുള്ളത് ശബ്ദവും വെളിച്ചവും. ഈ 6 ദിവസങ്ങളായി നമുക്ക് ശബ്ദവും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ സൗണ്ട്സ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ആണ്. ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഫിൽക്കോസിന്റെ ഒരു അംഗം കൂടിയാണ്. ഫിൽക്കോസിന്റെ മെമ്പർഷിപ്പ് ഉള്ള അംഗമാണ്. എല്ലാ പരിപാടികളിലും നമ്മളോടൊപ്പം സഹകരിച്ചു കൊണ്ടുപോകുന്ന KC സുരേഷ് ഉണ്ട്. ആ സുരേഷിനെയും അതിന്റെ സംഘത്തെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കയ്യടി കുറയ്ക്കേണ്ട, നന്നായിട്ട് ഒരു കയ്യടി കൊടുക്കണം എന്ന് പറഞ്ഞ വിലക്കുറച്ചൊക്കെ ഇതൊക്കെ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ കൈയടിച്ചില്ലെങ്കിൽ ഇനി ബില്ല് വലുതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സുരേഷ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സുരേഷ് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സുരേഷിന്റെ ഒരു മാനേജറുണ്ട്. ആ മാനേജർ സതീഷ് പള്ളിപ്പുറമാണ്. സതീഷ് പള്ളിപ്പുറത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. വേണ്ട രീതിയിൽ നമ്മൾ പറയുന്ന സമയത്തെല്ലാം ശബ്ദവും വെളിച്ചവും ഒക്കെ അതുപോലെ ദീപാലങ്കാരവും ഒക്കെ നൽകി തന്ന പ്രിയപ്പെട്ട ഏഷ്യൻ സൗണ്ട്സ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റിനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ പ്രവർത്തകർക്കാണ്. ഒന്ന് നന്ദി രേഖപ്പെടുത്താനുള്ളത് ഈ നമ്മുടെ ദർശനയുടെ മാനേജറായി പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാത്തിനും കൂടെ മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രിയപ്പെട്ട ജേക്കബ് പണിക്കരാണ്. മാനേജർ ജേക്കബ് പണിക്കറിനെ കൃത്യമായി ഈ പരിപാടിയിലേക്ക് കോട്ടയം കൾച്ചർ ഫെസ്റ്റിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് നാദോപാസനയുടെ പ്രസിഡന്റായിട്ടുള്ള തിരുവിഴ ജയശങ്കർ സാറിനെ കൃത്യമായി ഈ പരിപാടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ആത്മയുടെ പ്രസിഡന്റായിട്ടുള്ള ആർട്ടിസ്റ്റ് സുജാതൻ, കലാരത്ന ആർട്ടിസ്റ്റ് സുജാതൻ ഇവിടെ ഈ അരങ്ങിലേക്ക് വരാനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വേഷമിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് സുജാതൻ ചേട്ടനെ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ കയ്യടി കുറയുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഫിൽക്കോസിന്റെ പ്രസിഡന്റായിട്ടുള്ള ജോയി തോമസിന് ജൂബിലി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ കളിയരങ്ങിന്റെ പ്രസിഡന്റായിട്ടുള്ള KS ചന്ദ്രമോഹൻ സാറിനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നാദോപാസനയുടെ ഏറ്റവും നല്ല സംഘാടകനായിട്ടുള്ള രാജേഷ് പാമ്പാടിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ജേക്കബ് പണിക്കരുടെ കാര്യം പറഞ്ഞു, സുരേഷ് ബാബുവിന്റെ കാര്യം പറഞ്ഞു, PT സാജുലാൻ നമ്മുടെ പരിപാടിക്കെല്ലാം മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഫിൽക്കോസിന്റെ ട്രഷറർ കൂടിയായിട്ടുള്ള PT സാജുലാലിനെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഫിൽക്കോസിന്റെ ജിജോ B എബ്രഹാം ജോയിന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. KV താൻസൻ വേഷമിട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മയുടെ ഏറ്റവും നല്ല പ്രവർത്തകരാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സിജു ദേവയാനി വേഷത്തിലാണ്. ആത്മയുടെ സംഘാടകനാണ്. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എല്ലാവർക്കും നന്ദി.